ഡോക്ടർ എങ്ങളല്ലേ പറഞ്ഞത് COVID-19 വലിയൊരു അപകടകരമായ അവസ്ഥയിലൊന്നല്ല ഇപ്പം. അത് കുറച്ച് പ്രതിരോധ ശക്തി കുറഞ്ഞവരെയും പിന്നെ കുറച്ച് പ്രായമായവരെയൊക്കെയാണ് ഇത് കുറച്ചൊക്കെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം കേട്ടല്ലോ 24 വയസ്സുള്ളൊരു യുവതി കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന്. എന്താ ഡോക്ടറെ കേൾക്കുന്നത്? COVID-19 നമ്മളറിയാം SARS-CoV-2 എന്ന് പറഞ്ഞ വൈറസാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തെയാണ് ഇത് അറ്റാക്ക് ചെയ്യുക. ഭൂരിഭാഗം ആൾക്കാരിലും പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ചെറുപ്പക്കാരിലൊക്കെ ഇത് ഒരു മൈൽഡ് രോഗമായിട്ട് തന്നെയാണ് വന്നു പോകുന്നത്. പക്ഷെ അപൂർവം ചിലരിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് റിയാക്റ്റീവ് ആവും. ഈ വൈറസ് എത്തിയിട്ട് വൈറസിനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവർ റിയാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്താവും? ഓവർ റിയാക്ഷൻ നടക്കുമ്പം അവിടെ നമ്മുടെ ശ്വാസകോശത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നീർവീക്കം സംഭവിച്ച് ആകെ ഇങ്ങോട്ട് അൽക്കുലത്താവുന്നൊരവസ്ഥ ഉണ്ടാകുക. അതിലൂടെ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞു പോവുക. അങ്ങനെ ലങ് ഫെയിലിയർ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നീങ്ങും. അത് സംഭവിക്കുമ്പോൾ പിന്നെ എന്താവും? മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറിലായിട്ട് ഓർഗൻസ് ഫെയിലിയർ സംഭവിക്കും. COVID-19 ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു അപകടകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ക്ലോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? അത് ചിലപ്പോൾ ഹൃദയാഘാതമോ അല്ലെങ്കിൽ പക്ഷാഘാതമോ അല്ലെങ്കിൽ മറ്റ് ഓർഗൻസിനെയൊക്കെ ബാധിച്ച് അവരുടെ അവയവങ്ങളുടെ ഫെയിലിയറോ അങ്ങനെയും വരാനുള്ളൊരു വിദൂര സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് ഭൂരിഭാഗം ആൾക്കാരിൽ സംഭവിക്കുന്ന ഒന്നല്ല ഇത്. കാരണം ഇന്ന് നമുക്ക് കോവിഡ് എന്ന് പറഞ്ഞാൽ നോൺ വൈറസാണ്, അൺനോൺ വൈറസ് അല്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരിൽ സംഭവിക്കില്ലെങ്കിൽ അപൂർവം ചിലരിലൊക്കെ ഇത് സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇന്നും കോവിഡിനെതിരെ പൊരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യസ്ഥിതി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? അസുഖമൊക്കെ ഉണ്ടെങ്കിൽ മാസ്കൊക്കെ ധരിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ ഒഴിവാക്കി രോഗികളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കി പിന്നെ അധികം റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ട് കോവിഡിനെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും COVID-19 എങ്ങോട്ടും അപ്രത്യക്ഷമായിട്ടില്ല. അപകടകരമായ സാഹചര്യങ്ങൾ ഏതൊരു വൈറൽ രോഗത്തിനും പോലെ COVID-19 ഒരു അത്ര കോമൺ ആയിട്ടില്ലെങ്കിലും വിദൂരമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏക പോകും വഴി. ഓക്കെ, ബൈ.